ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്ന് കുഞ്ഞായുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 25-ാം തീയതി ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും ആഘോഷിച്ചു. പക്ഷേ തിങ്കളാഴ്ച അംഗൻവാടി വിടാൻ നേരം കുഞ്ഞായിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ, ബർത്ത്ഡേക്ക് അംഗൻവാടി പോയി കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവനെയും കൊണ്ട് നെടുങ്കണ്ടം പോയി ഒരു കേക്ക് മേടിച്ചു. എന്നിട്ട് വേണ്ട അംഗൻവാടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം ചോക്ലേറ്റ് കൊടുത്തു കേട്ടോ. ഇതാണ് അവൻ്റെ ഫ്രണ്ട് ശങ്കരിയും ഒക്കെ കേട്ടോ. ശങ്കരിയും കിച്ചുവാണ് കേട്ടോ അവൻ്റെ മെയിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ കിച്ചുവാണ് കേട്ടോ. ഈ വരുന്നതാണ് കിച്ചുക്കുട്ടൻ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിച്ചുവിന്. കിച്ചുവാണ് കുഞ്ഞാപ്പൂവിനെ കേശവ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിച്ച് അവൻ്റെ അമ്മയെ കൊണ്ട് അവന് റിമോട്ട് കാറൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ, ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് കുഞ്ഞാടെ ടീച്ചേഴ്സ് 2 പേര്. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച് കേക്കൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്താണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും എന്താ പറയുന്നത്, ഇതുപോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നോ ഒന്നും കേക്ക് കട്ട് ചെയ്യാനൊന്നും ഉള്ള യോഗം എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ മാസമായിരുന്നു കേട്ടോ. ഒന്ന് ചോക്ലേറ്റ് കൊടുക്കാൻ പോലും ഒന്നും ഇല്ലെങ്കിലും ഒരു കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ബർത്ത്ഡേ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേയൊക്കെ. എനിക്ക് ഒരുപാട് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു കേട്ടോ. ഈ കുഞ്ഞായിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ ഞങ്ങൾ 2 പേരും കുഞ്ഞായി കേക്കും മേടിച്ചുകൊണ്ട് നമ്മൾ അംഗൻവാടിയിലോട്ട് പോയത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പെന്ന് പറയുന്നത് തന്നെ അംഗൻവാടിയിലെ പഠനമാണ്. അപ്പം ഇതുപോലെ സന്തോഷത്തോടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ഇത്രയും കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ടീച്ചർ തന്നെ കേക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ മാങ്കോയുടെ ഒരു ഫ്ലേവറുള്ള ഒരു കേക്കാണ് എടുത്തത്. നല്ല കേക്കായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുഞ്ഞായിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എന്നിട്ട് അന്നവനോട് ഞാൻ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ഇരിക്കുന്നില്ല, ഞാനും നിങ്ങളുടെ കൂടെ വരുവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ വണ്ടിയെ വെച്ച് അവൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം കിച്ചുക്കുട്ടൻ അവന് റിമോട്ട് കാർ കൊടുത്ത കൊണ്ട് അതിലെന്തുവാന്ന് ഒരുപാട് വട്ടം ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ വന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു സന്തോഷം, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവൻ്റെ. അപ്പോൾ ഗെയ്സ് നമ്മൾ കേക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് ടീച്ചർ എല്ലാവർക്കും കൊടുക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഓരോരുത്തർക്കായിട്ട് ടീച്ചർമാരെയൊക്കെ സമ്മതിക്കണമല്ലേ. കുഞ്ഞു പിള്ളേരെ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. നമുക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ വലിയ പാടാണല്ലേ. കാരണം അത്രയും കുറുമ്പാണ് ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ, ഭയങ്കര കുറുമ്പാണ്. കുഞ്ഞായെ അപേക്ഷിച്ചും ഭയങ്കര കുറുമ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് കേക്ക് കൊടുക്കുകയാണ്. ഒരാൾ മാത്രം കേക്ക് മേടിച്ചില്ല കേട്ടോ, എനിക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഭവ്യേ നീ നിൽക്കുന്നതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗെയ്സ്, അവൻ മേടിച്ചില്ല. അപ്പം ടീച്ചർ അവന് കുഞ്ഞായിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ബാറ്റാണ് കൊടുത്തത്, ബാറ്റ് ബോള് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞു ആരുടെ മൂക്കിടിച്ച് വരത്തരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് അഖിലയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കുഞ്ഞായുടെ കിച്ചുക്കുട്ടൻ്റെ ഗിഫ്റ്റ് കേട്ടോ. അത് റിമോട്ട് കാറായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന്. അപ്പം ഗിഫ്റ്റ് കൊടുപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.